നമസ്കാരം. മുസ്ലിം ലീഗിൻ്റെ നേതാവ് സാദിഖ് അലി തങ്ങൾ നടത്തിയ ഒരു പ്രസ്താവന, വോട്ടുകൾ ഭിന്നിപ്പിച്ച് ഫാസിസ്റ്റുകൾ ജയിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞെന്നാൽ അദ്ദേഹം ഫാസിസ്റ്റല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഫാസിസ്റ്റല്ല, മറ്റാരോ ആണ് ഫാസിസ്റ്റുകൾ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. വോട്ടുകൾ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞെന്നാൽ വർഗീയവാദികളുടെ വോട്ടല്ല, ഒന്നിച്ച് നിൽക്കണം. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ എല്ലാ വർഗീയവാദികളും ഒന്നിച്ച് നിന്ന് വോട്ട് ചെയ്യണം എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. സ്വന്തം വർഗീയത മറയ്ക്കാനും തങ്ങളുടെ കഴിഞ്ഞകാല ചരിത്രം മറച്ചു വെക്കാനും ജനങ്ങളെ പറ്റിക്കാനും വേണ്ടി നടത്തിയ ലീഗ് നേതാവ് നടത്തിയ പ്രസ്താവന വളരെ വില കുറഞ്ഞതായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഫാസിസം ഭാരതത്തിലുണ്ടായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഭാരതത്തിലുണ്ടാകുമായിരുന്നോ എന്ന് സാദിഖ് അലി തങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ്. ഫാസിസം ഭാരതത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ മുക്കിന് മത പഠന കേന്ദ്രങ്ങൾ വ്യാപകമായി ഉണ്ടാകുമായിരുന്നോ എന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഫാസിസം ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഈ രാജ്യത്ത് ഇത്രയും വലിയ വർഗീയ പ്രചാരം നടത്തുവാൻ മുസ്ലിം ലീഗിനും അതുപോലെ തീവ്രവാദ സംഘടനകൾക്കും കഴിയുമായിരുന്നത് എന്ന് താങ്കൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഫാസിസം ഭാരതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ CAA പേരിൽ നുണ പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ കലാപം ഉണ്ടാക്കിയപ്പോൾ അന്നെങ്കിലും മുസ്ലിം ലീഗിനെ നിരോധിക്കുക മാത്രമല്ല, എല്ലാ മുസ്ലിം ലീഗുകാരെയും പിടിച്ച് ജയിലിലിടുകയോ കൊന്നുകളയുകയോ ചെയ്യുമായിരുന്നല്ലോ. ഫാസിസമായിരുന്നെങ്കിൽ ചോദ്യം ചെയ്യണ്ടല്ലോ, വിചാരണ വേണ്ടല്ലോ, എല്ലാത്തിനെയും പിടിച്ച് കൊന്നു കളയുമായിരുന്നല്ലോ. സാദിഖ് അലി തങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നില്ല, ഒരു മുസ്ലിം ലീഗും ഉണ്ടാകുമായിരുന്നില്ല. CAA പേരിൽ നുണ പറഞ്ഞ് നിങ്ങൾ കലാപം നടത്തിയപ്പോൾ. ഫാസിസം ഭാരതത്തിലുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെയൊക്കെ എത്ര പണ്ടേ ഓടിക്കുമായിരുന്നു. മുസ്ലിം ലീഗ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓടിക്കത്തില്ല. കാരണം ഭാരതത്തെ വിഭജിച്ച് വർഗീയ കലാപം ഉണ്ടാക്കി ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കി കോടിക്കണക്കിന് ആൾക്കാരെ പലായനം ചെയ്യിച്ച ആ പാർട്ടിയുടെ പിൻഗാമികളെ ഇന്ന് ഭാരതത്തിൽ ബാക്കി വയ്ക്കുമായിരുന്നു എന്ന് മാത്രമല്ല, ഇന്ന് നിങ്ങളുടെ ആൾക്കാർ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് എതിരെ ചെയ്യുന്നത് പോലെ ഭാരതത്തിൽ ഫാസിസം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കെതിരെ ചെയ്യുമായിരുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ ചക്രവർത്തിമാരെ പോലെ കഴിയുകയും എന്ത് നുണ പറഞ്ഞാലും ഒരു കേടുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നത് ഫാസിസം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഫാസിസം ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗ് നേതാവിന് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ നാവ് പൊന്തില്ല, നാവ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ലല്ലോ. ഫാസിസത്തിൻ്റെ രീതി അതല്ലേ, മിണ്ടുന്നവനെ കൊന്നുകളയും, എതിർക്കുന്നവനെ ഉന്മൂലനം ചെയ്യും, അടിമകളെ പോലെ ബാക്കിയുള്ള ആൾക്കാരെ ജീവിപ്പിക്കും, അഥവാ അങ്ങനെ കണക്കാക്കി പെരുമാറും. അതാണ് ഫാസിസം. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. എവിടെയെങ്കിലും കമ്മ്യൂണിസത്തിനെ എതിർത്താൽ അപ്പോൾ കൊന്നുകളയും, ഇല്ലെങ്കിൽ പിടിച്ച് ജയിലിലിടും, ക്രൂരമായി പീഡിപ്പിക്കും. അതാണ് ഫാസിസം. അതൊന്നും സാദിഖ് അലി തങ്ങളെന്നല്ല മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളാണ് ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്ന് ലോകത്തിൽ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ തിരുവനന്തപുരത്ത് അവിടെ ഭാരതമാതാവിൻ്റെ ഫോട്ടോ വികൃതമാക്കി, നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ വികൃതമാക്കിയത്, നിങ്ങൾ വിശ്വസിക്കുന്ന മതവും രാഷ്ട്രീയവും ഒക്കെ കൊണ്ട് നടക്കുന്നവരായിരിക്കാം. അതേ സമയം മറിച്ചൊന്ന് ചിന്തിക്കുക. ഭാരതമാതാവിൻ്റെ ഫോട്ടോ വികൃതമാക്കി അടുത്തൊരു കലാപം ഉണ്ടായില്ല, ഒരു കൊലപാതകം ഉണ്ടായില്ല, ഒരു കത്തിക്കുത്തോ ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയം മുഹമ്മദ് നബിയുടെയോ അള്ളാഹുവിൻ്റെയോ ഒരു പടം വരയ്ക്കുകയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ ഖുറാനെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറയുകയോ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചിത്രം വരച്ചിരുന്നെങ്കിൽ ലോകം മുഴുവൻ കലാപം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ലേ? പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഭാരതമാതാവിൻ്റെ ചിത്രം വരച്ചപ്പോൾ കലാപം ഉണ്ടാകാതിരുന്നത്? സാദിഖ് അലി തങ്ങളെന്ന് പറയാൻ പറ്റുമോ? ഫാസിസം ഉണ്ടായിരുന്നെങ്കിൽ ആ ചിത്രം വികൃതമാക്കിയ ആൾക്കാർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാവില്ലല്ലോ. ഫാസിസം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മിസ്റ്റർ. അതൊക്കെ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയത് ആരുടെ കുറ്റം കൊണ്ടാണ്? ഫാസിസം ഉണ്ടായിരുന്നുവെങ്കിൽ CAA കലാപം നടത്തിയ സർവ്വ ആൾക്കാരും ജയിലിലോ അല്ലെങ്കിൽ വെടിയുണ്ടയ്ക്ക് ഇരയായോ തീരുമായിരുന്നു. വാസ്തവത്തിൽ യഥാർത്ഥ ഫാസിസ്റ്റുകൾ നിങ്ങളാണ്. രണ്ടാമതൊരു രീതി അംഗീകരിക്കാത്ത വേഷമോ ഭാഷയോ ആചാരമോ ആഘോഷമോ
ഒന്നും അംഗീകരിക്കാത്ത, ആഹാരക്രമങ്ങൾ പോലും തനത് നാട്ടിലെ അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാത്ത, വേഷവിധാനങ്ങളോ ആചാരക്രമങ്ങളോ സ്വന്തം നാട്ടിലേത് സ്വീകരിക്കാതെ അന്യനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇതെല്ലാം അനുഷ്ഠിക്കുകയും സ്വന്തം നാട്ടിലെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരെ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുകയും ചെയ്യുന്ന താങ്കൾ ആണ് യഥാർത്ഥ ഫാസിസ്റ്റ്. താങ്കളെപ്പോലെ ഉള്ളവരാണ് ഫാസിസ്റ്റുകൾ എന്ന് തിരിച്ചറിയണം. അത് മറച്ചു വയ്ക്കാൻ വേണ്ടി ഇല്ലാത്ത ഫാസിസത്തിൻ്റെ പേര് പറഞ്ഞ് സാദിഖലി തങ്ങൾ എന്നല്ല ഒരു മുസ്ലിം ലീഗ് നേതാവും ചിലക്കേണ്ടതില്ല. നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഈ നുണ പറയുന്നത്? പണ്ട് കാലത്ത് നിങ്ങളൊക്കെ പറയുന്നത് കുറഞ്ഞ പക്ഷം നിങ്ങളുടെ വിശ്വാസികൾ, നിങ്ങളുടെ അണികളെങ്കിലും വിശ്വസിക്കുമായിരുന്നു. ഇന്ന് ആ കാലം പോയി മിസ്റ്റർ. ഇന്ന് ആരെന്ത് നുണ പറഞ്ഞെന്നാലും അത് മിനിറ്റുകൾക്കുള്ളിൽ അത് ലോകം തിരിച്ചറിയും. അതുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ ഒരു സങ്കല്പവുമായി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവവുമായി 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ജനങ്ങളോട് നുണ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രം അപേക്ഷിക്കുന്നു. നമസ്കാരം.